സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് സഹനങ്ങളും ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിക്കുക എന്നുള്ളത്. അറിഞ്ഞും അറിയാതെയും വരുന്ന ഭാരങ്ങളും വേദനകളും നമ്മെ എല്ലാവരെയും അസ്വസ്ഥരാക്കാറുണ്ട്. എന്നാൽ യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ, നിങ്ങളുടെ ചുമട് ഞാൻ ലഘൂകരിച്ചു തരാമെന്ന് യേശുനാഥൻ പറയുന്നു. യേശുവിൻ്റെ വഴിയെ കാതോർത്ത് സഞ്ചരിക്കുവാൻ എളുപ്പമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ആഴമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വഴിയെ പോവുക എന്നുള്ളത് മറ്റുള്ളവരുടെ മുൻപിൽ നല്ലതുപോലെ ജീവിക്കുകയും നന്മകൾ ചെയ്യുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. പലപ്പോഴും ഭൗതികമായിട്ടുള്ള ചുമടുകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനും ശരീരത്തിനും വേദനകൾ വരാറുണ്ട് എങ്കിൽ യേശുനാഥൻ എന്ന് പറയുന്നു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ദൈവത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നുകം വഹിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.